പൊതുഗതാഗത സർവീസുകൾ വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതികളുടെ അവലോകനവുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി. പുതിയ റൂട്ടുകൾ, ബസ് ലൈനുകൾ, പുതിയ ബസ് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ വർഷം പൂർത്തിയാക്കും. മൂന്നാം ഘട്ടത്തിൽ മസ്കത്ത് മെട്രോയുടെയും വാട്ടർ ടാക്സികളുടെയും വികസനവും നടപ്പാക്കും. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതു സർവീസുകൾ വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതികൾ മസ്കത്ത് മുനിസിപ്പൽ കൗൺസിൽ യോഗം അവലോകനം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടമായ 2015-18 കാലഘട്ടത്തിൽ മെയിൻ സെക്കൻഡറി റൂട്ടുകളിൽ ബസ് സർവീസുകൾ ആരംഭിക്കൽ, ടാക്സികൾ കാര്യക്ഷമമാക്കൽ, നടപ്പാതകൾ മെച്ചപ്പെടുത്തൽ എന്നിവ നടന്നിട്ടുണ്ട്. 2019 ആരംഭിച്ച് ഈ വർഷം അവസാനിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ പുതിയ റൂട്ടുകൾ, സമർപ്പിത ബസ് ലൈനുകൾ, പുതിയ ബസ് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന ബസ് സർവീസുകളുടെ വിപുലീകരണം ഉൾപ്പെടുന്നു. 2026 മുതൽ തുടങ്ങി 2040 വരെ നീണ്ടു നിൽക്കുന്ന മൂന്നാം ഘട്ടത്തിൽ മസ്കത്ത് മെട്രോയുടെയും വാട്ടർ ടാക്സികളുടെയും വികസനം നടക്കും. മസ്കത്തിൽ മുവാസലത്ത് നടത്തുന്ന ഇന്റർസിറ്റി സർവീസുകളും ഗതാഗത മന്ത്രാലയം അവലോകനം ചെയ്യും. സമഗ്രമായ പഠനം നടത്താൻ ഒരു അന്താരാഷ്ട്ര കൺസൾട്ടന്റിന് ടെൻഡർ നൽകും. തലസ്ഥാനത്തെ മുവാസലത്തിന്റെ എല്ലാ റൂട്ടുകളും പുനഃപരിശോധിക്കും. മെച്ചപ്പെടുത്തൽ പദ്ധതികളുടെ ഭാഗമായി ഓരോ റൂട്ടിനും സർക്കാർ തീരുമാനിക്കുന്ന സബ്സിഡികളും നൽകും. ബസ് റൂട്ട് വിശകലനം, ഷെഡ്യൂളിംഗ്, യാത്രക്കാരുടെ ഡാറ്റ, സേവന കവറേജ് എന്നിവയിലും ഇന്റർസിറ്റി നെറ്റ്വർക്ക് കവറേജിലും ചെലവിലും പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. മീഡിയ 1, മസ്കത്ത്.